നല്ല കാടക്കോഴി വരട്ടിയത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കാടക്കോഴി മേടിച്ചത് യുകെയിലെ ലണ്ടനിലുള്ള വെംബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് കാട്ടിറച്ചി അത്യാവശ്യം എല്ലാം കിട്ടുന്നൊരു കടയുണ്ട്. നമ്മൾ കാടക്കോഴി നല്ല കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നോക്കി, ഇത് കാടക്കോഴിയുടെ ലെഗ് കണ്ടോ? നല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ തീരെ ചെറുതല്ല. ഇവിടെ വൈൽഡ് കാടയാണ്. അപ്പോൾ കുറച്ച് വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലഷൊക്കെ നല്ല അടിപൊളി നല്ല മീറ്റുണ്ട്. നോക്കിയാൽ അടിപൊളി നല്ല മീറ്റും നല്ല നെയ്യൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വേണം. ഏകദേശം ഒരു 1/4 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് ചതച്ചതും ചതയ്ക്കാത്തതും. നമുക്ക് ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടു. ഉള്ളി ഞാൻ 1-2 കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് വഴണ്ട് വന്നത് ഇതുപോലെ ഒരു പരുവത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചതച്ച മുളകും വറ്റൽമുളകും മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകും ഉള്ളിയും കൂടി ചേർന്ന് നല്ലൊരു മാജിക് സ്മെല്ല് വരും. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഏകദേശം ഒരു ഡാർക്ക് കളർ വന്നു കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കണം കളറിന് വേണ്ടിയിട്ട്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മസാലപ്പൊടി. ഇത്രയും ചേർത്ത് ഇളക്കി ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കാട്ടുകാട ചേർത്ത് കൊടുക്കാം. നമ്മൾ കാടക്കോഴി ചേർത്ത് നന്നായിട്ട് ഇളക്കാണ്. അപ്പോൾ നമ്മൾ കാടക്കോഴീനെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ കാടയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മീറ്റിൽ ഓൾറെഡി വെള്ളമുള്ള കാരണം കൊണ്ട് നമ്മൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. അതിന് ശേഷം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒന്ന് വെന്ത് ഏകദേശം ഒരു 70% ഒക്കെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ സ്റ്റേജിലാണ് നമ്മൾ സവോള അരിഞ്ഞത് ചേർക്കണത്. സവോള നമ്മളിപ്പോൾ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സവോളയും ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് നമുക്കൊരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം. നമുക്ക് ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം. വാവ്, സൂപ്പർ, അടിപൊളി, നല്ല ടേസ്റ്റ്, ഒന്നും പറയാനില്ല. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കറക്റ്റ് ഉപ്പ്, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.